ഉണ്ടാക്കി കഴിഞ്ഞോ? എന്നാ വിളമ്പാൻ തുടങ്ങിക്കോളൂ. സ്വന്തക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ല. ആരേലും ഒന്ന് വന്നേ. കല്യാണം ഇവിടെ റെഡിയാണോ? പൂജാരി വരാൻ പറയുന്നുണ്ട്. ബാല, റെഡിയായോ? ഇതെന്താ ഇത് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ? മുഹൂർത്തത്തിനുള്ള സമയമായി മോളെ. നോക്കൂ മോളെ, കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നാലേ രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്യണം കേട്ടോ. വീട്ടിൽ ചെയ്യുന്നത് പോലെ അവിടെയും പോയി നിന്റെ ഇഷ്ടത്തിനൊക്കെ എഴുന്നേറ്റ് നടക്കില്ല കേട്ടോ. എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറണം, നല്ല രീതിയിൽ സംസാരിക്കണം. അവിടെ നിന്റെ പെരുമാറ്റം നോക്കിയാ ഞങ്ങൾ എങ്ങനെയാ വളർത്തിയെന്നൊക്കെ അവർ തീരുമാനിക്കുക. അതുകൊണ്ട് എല്ലാവരുടെ ഇഷ്ടം പോലെ ഇരിക്കണം എൻ്റെ മോള്. ഇങ്ങ് നോക്കി, കല്യാണ വേഷത്തിൽ എന്തൊരു ഭംഗിയായിട്ടുണ്ടെന്നറിയോ? അപ്പൊ എനിക്കിഷ്ടപ്പെട്ടതുപോലെ എപ്പോഴാ അമ്മ ജീവിക്കാൻ പറ്റൂ? അങ്ങനെയല്ല മോളെ. പിന്നെ എങ്ങനെയാ അമ്മ? മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിൽക്കാൻ പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടതുപോലെ എപ്പോ ജീവിക്കാൻ പറ്റുമെന്നും കൂടി പറ. അതുപോലെ എന്നോട് ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ചെറുക്കനോട് ആരും പറയുന്നില്ല? അച്ഛന്റെ ഓപ്പറേഷന്റെ പേരും പറഞ്ഞ് അച്ഛൻ എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ട് എന്തിനെത്ര ധൃതി പിടിച്ചിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടുന്നേ? വരാൻ പോകുന്ന ചെറുക്കൻ എങ്ങനെയായിരിക്കും, അയാളുടെ സ്വഭാവം എന്താ, ഇതൊക്കെ അറിയാനുള്ള സമയം പോലും ആരും തരില്ലല്ലേ? എല്ലാം അമ്മയുടെ മാത്രം ഇഷ്ടം. ഇത്രയും നാളായിട്ട് നിന്റെ അച്ഛൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? നീ ചോദിക്കാതെ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി തന്നിട്ടില്ലേ? എന്തിനേറെ ഇപ്പൊ പോലും നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോന്ന് ചോദിച്ചിട്ടല്ലേ കല്യാണം ഫിക്സ് ചെയ്തത്? അങ്ങനെയുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സമയത്ത് തനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിലും ഒന്ന് പേടിച്ച് അതിനു മുമ്പ് തന്റെ മകളുടെ കല്യാണം ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണെന്നാണോ? ഇവിടെ നോക്ക് ബാല, ഞങ്ങൾ നിന്നെ വളർത്തിക്കൊണ്ടുവന്നവരാണ്. നിന്നെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയാതിരിക്കൂ. ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുമോളെ, അവൻ നിനക്ക് ചേർന്ന പയ്യനാ. അയ്യോ, എല്ലാം വാരി വലിച്ചിട്ടിട്ട് പോയിരിക്കുക. പക്ഷെ പരസ്പരം തമ്മിൽ മനസ്സിലാക്കണമല്ലോ അമ്മ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ധാരാളം മനസ്സിലാക്കാം. അതിനൊക്കെ നിറയെ സമയമുണ്ട്. നിന്റെ അച്ഛനെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. എന്നിട്ട് ഞാൻ സന്തോഷമായി ജീവിക്കുന്നില്ലേ? വാട്ട് ഇഫ് ഞങ്ങൾ രണ്ടുപേരും കമ്പാറ്റബിൾ അല്ലെങ്കിലോ? അയാള് എന്നെ എല്ലാത്തിനും റെസ്ട്രിക്ട് ചെയ്താലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ. നീ ചാടാതിരുന്ന ആഴം എത്രയുണ്ടെന്ന് എങ്ങനെ അറിയാനാ? പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നല്ല പറയുന്നത്. എന്നാ പ്രശ്നമാണെന്ന് വിചാരിക്കാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരുന്ന നല്ലതാണെന്നാ പറയുന്നത്. തുടക്കത്തിലെല്ലാം ഇങ്ങനെ തന്നെ തോന്നും. അതൊക്കെ മാറ്റിവെച്ച് സന്തോഷമായിട്ട് കല്യാണം കഴിക്കുക. എല്ലാം ശരിയായി വരും. അമ്മേ, അമ്മയെ പൂജാരി വിളിക്കുന്നു. ശരി, നീ ചെല്ലു, വരാം. ചേച്ചിയെ കാണാനേ ബലിയിടാൻ പോകുന്ന ആടിന് പൊട്ടുവെച്ച പോലെ നല്ല ഭംഗിയുണ്ട്. നിന്നുണ്ടല്ലോ, ഓടാ അവിടുന്ന്. എന്തിനാണ് അവളെ കരയിപ്പിക്കുന്നേ? ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ. കുറച്ച് നേരത്തേക്കല്ലേ ശല്യം ചെയ്യാൻ പറ്റൂ. എങ്ങനെയാലും ചേച്ചി വീട് വിട്ട് ഗെറ്റ് ഔട്ട് അല്ലേ. പിന്നീട് ചേച്ചിയുടെ റൂമും ചേച്ചിയുടെ തിങ്സ് ഒക്കെ എനിക്കല്ലേ. എന്റെ അമ്മു, ഇനി ചേച്ചിയുടെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഡാ, ഒരു അടി വെച്ചാലുണ്ടല്ലോ, മര്യാദയ്ക്ക് പൊക്കോ അവിടുന്ന്. ചേച്ചി സോറി കേട്ടോ, വെറുതെ തമാശക്ക്. എടാ, നീ എന്തോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്ന് പുറത്തു പോയേ. ഞാൻ തമാശക്ക് പറഞ്ഞതാമേ. എപ്പോഴാ തമാശ പറയണ്ടേന്ന് കൂടെ അറിയില്ലേ? പുറത്തേക്ക് പോ. കരയല്ലേ മോളെ, അവൻ എന്തോ വെറുതെ തമാശ പറഞ്ഞതല്ലേ. അമ്മയുടെ പൊന്നല്ലേ, കരയല്ലേ. കണ്ണു തുടയ്ക്ക. എടാ, നിന്നോടൊന്ന് വേഗം വരാൻ പറഞ്ഞു. എടാ വിശ്വ, ഇത്ര പെട്ടെന്ന് വേണ്ടാന്ന് തോന്നടാ. സിന്ധു എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞ അവള് ഹാപ്പി ആയിരിക്കുന്ന ദേഷ്യത്തില് എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞാടാ. ഈ പെണ്ണ് ആരാണ് എന്താണെന്നും എനിക്ക് ഒന്നും അറിയില്ലടാ. ഞാൻ ഇതുവരെ സിന്ധുവിനെ മറന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഈ സമയത്ത് കല്യാണം കഴിക്കുന്നത് കറക്റ്റ് ആണോന്ന് പോലും എനിക്കറിയില്ല. കറക്റ്റ് അല്ലെങ്കിൽ കല്യാണം നിർത്തി വെക്കാനാണോ? നിനക്കെന്താടാ, ഭ്രാന്താണോ? സിന്ധു നിന്നേക്കാളും ബെറ്റർ ഓപ്ഷൻ കണ്ടുപിടിച്ച് അവന്റെ കൂടെ പോയി. അവളെ പറ്റി ഇനി ആലോചിക്കുന്നതൊക്കെ വേസ്റ്റാ.
അതുകൊണ്ട് മര്യാദയ്ക്ക് മണ്ഡപത്തിലേക്ക് വാ. ഈ പെണ്ണും പിന്നെ അവരുടെ കുടുംബവും കണ്ടിട്ട് നല്ലവരാണെന്നാ തോന്നുന്നത്. കൂടുതലൊന്നും ആലോചിക്കാതെ വാ. ഡാ എനിക്ക് പേടിയാവുന്നു കൃഷ്ണ. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് വാടാ. എടാ വിശ്വ, നിനക്ക് അഡ്വൈസ് തരാൻ മാത്രം വലിയ ആളൊന്നും അല്ല ഞാൻ. നിന്റെ ലൈഫിൽ സിന്ധു എന്ന ചാപ്റ്റർ അവസാനിച്ചു. ഈ കല്യാണത്തെ പറ്റിയുള്ള തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. നീ കല്യാണത്തിന് സമ്മതിച്ചാൽ നിന്റെ ലൈഫിന് ഇതൊരു പുതിയ തുടക്കമായിരിക്കുമടാ. ജീവിതം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകണമെന്നില്ല. നീ കൂടുതലൊന്നും ആലോചിക്കാതെ ഈ കുട്ടിയെ കല്യാണം കഴിക്കും. എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. കുട്ടിയുടെ കല്യാണം കെങ്കേമാക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഞാൻ പറയുന്നത് കേട്ടാ തഞ്ചാവൂരിലെ പെണ്ണിനെ കല്യാണം കഴിച്ചെങ്കിൽ ഒരുപാട് പണം സ്ത്രീധനായി കിട്ടിയേനെ. ഞാൻ പറയുന്നതൊക്കെ ആര് കേൾക്കാനാ? ആർക്കും ഒരു വിലയില്ല. കൂട്ടുകാരനെന്നും പറഞ്ഞ് കൂടെ നടന്ന് അവന്റെ മകളെ കെട്ടിവെച്ചിരിക്കുന്നു. അവനിനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതെന്ന് ആർക്കറിയാം. സംസാരം ഒന്നുമില്ല മോനെ, കല്യാണം നല്ല കേമായിട്ട് നടക്കുന്നല്ലോ എന്ന് പറഞ്ഞതാ. ഓ അങ്ങനെയായിരുന്നോ? ഭക്ഷണം വല്ലതും കഴിച്ചോ? വയറ് നിറച്ചും കഴിച്ചു. കണ്ടില്ലേ ഏമ്പക്കം വന്നത്? ആ കാണുന്നുണ്ട്. ഒരു 25 കറി പോലും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ചെലവ് ചെയ്തത്ര. ചെലവ് എന്തിനു കൊള്ളാം. ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞല്ലോ. ആ ഓക്കെ, ഇപ്പൊ ചെക്കനെയും പെണ്ണിനെയും ഫോട്ടോ എടുക്കാം. ബ്രോ ഒന്ന് അടുത്തേക്ക് വരുന്നേ. ബ്രോ കുറച്ചും കൂടി അടുക്കാം. ബ്രോ നടുക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. കുറച്ചും കൂടി അടുത്തേക്ക് വരാം. ആ ഇപ്പൊ കൊള്ളാം. പെർഫെക്റ്റ് ബ്രോ. ആ ഓക്കെ ബ്രോ, സൂപ്പർ ബ്രോ. നെക്സ്റ്റ് പോസ് ബ്രോ. ഇപ്പൊ നിങ്ങളും മാഡം അവരവരെ കണ്ണിലോട്ട് നോക്കിയേ. ആ അതന്നെ ബ്രോ. ബ്രോ കുറച്ച് സ്മൈൽ ചെയ്യാം. കുറച്ചും കൂടി. സൂപ്പർ ബ്രോ. നെക്സ്റ്റ് പോസ്. മാഡം ഇടുപ്പിൽ കൈവയ്ക്കൂ. ആ അതന്നെ ബ്രോ, ഇടുപ്പിൽ കൈവച്ച് പോസ് കൊടുക്കൂ. ബ്രോ അവര് നിങ്ങളുടെ വൈഫല്ലേ, ഇടുപ്പിൽ കൈവയ്ക്കാന്നേ. തനിക്ക് ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ലാണെന്ന് തോന്നുന്നു. നല്ല സന്തോഷം തോന്നുന്നു. നിന്നോടുള്ള നന്ദി ഈ ജന്മത്തിൽ എനിക്ക് പറഞ്ഞെടുക്കാൻ കഴിയില്ല. എന്തിനാടാ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്? നീ നിന്റെ മകനെ കൊണ്ട് എന്നെ മകളെ കല്യാണം കഴിപ്പിച്ചില്ലേ? സ്ത്രീധനൊന്നും വേണ്ടെന്നും പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താടാ വേണ്ടത്? ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഒരു നല്ല ദിവസമായിട്ട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? സത്യം പറഞ്ഞാ ഞാനാ നിനക്ക് കടപ്പെട്ടിരിക്കുന്നത്. നിന്റെ വീട്ടിലെ ലക്ഷ്മിയാ നീ ഇങ്ങോട്ട് അയക്കുന്നത്. ഒന്നും ഉണ്ടും വിഷമിക്കണ്ട. 1 വർഷത്തിനകം നീ നിന്റെ പേരക്കുട്ടിയുമായിരുന്നു കളിക്കും. നീ നോക്കിക്കോ. ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ അലട്ടണ്ട. ഹാപ്പി ആയിട്ടിരിക്കെ. നിനക്ക് നല്ലതേ നടക്കും. ചേട്ടാ, എന്റെ മോളെ നന്നായി നോക്കണേ. ഇനി അവള് നിങ്ങളുടേതാ. എന്റെ മകളെ പോലെ നോക്കിക്കോളാം. നിങ്ങൾ വിഷമിക്കേണ്ടതേ.
പോയിട്ട് വരാം അമ്മ. ശരി മോളെ, സൂക്ഷിച്ച്. പോയിട്ട് വരാം അച്ഛ. പോയിട്ട് വാ മോളെ. അറിയാതെ മോളെ. സൂക്ഷിച്ചു പോണം. മോളെ നോക്കണം മോനെ. ആദ്യമായി ഭർത്താവിന് വീട്ടിൽ പോലെ കരയില്ലേ മോളെ. മോള് സൂക്ഷിച്ചിരിക്കണേ. സിദ്ധു എവിടെ അമ്മ? സിദ്ധു, അമ്മയും അച്ഛനെ നന്നായി നോക്കണം, ബുദ്ധിമുട്ടിക്കരുത്. നീ ആരോഗ്യം ശ്രദ്ധിക്ക. ഐ മിസ് യു ചേച്ചി. Miss you too, ഡാ. ചേച്ചിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. എന്താടാ, ഫസ്റ്റ് നൈറ്റിലേക്കുള്ള മോട്ടിവേഷന് വേണ്ടി വിളിച്ചതാണോ? ഡാ, ഞാൻ ആ പെണ്ണിന്റെ കണ്ണി പോലും ഇതുവരെ നോക്കി സംസാരിച്ചിട്ടില്ലടാ. ഫസ്റ്റ് നൈറ്റ് ആണ് പോലും, ഫസ്റ്റ് നൈറ്റ്. എന്റെ പൊന്നളിയാ, ഞാൻ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നോ? ഗോ വിത്ത് ദ ഫ്ലോ, അത്രേ ഉള്ളൂ. ഡാ, ഒന്ന് നിർത്തടാ. എടാ, ഞാൻ ആ പെണ്ണിനെ ആദ്യം ഒന്ന് മനസ്സിലാക്കട്ടെ. നീ തന്നെ കണ്ടില്ലേ രാവിലെ എല്ലാവരും വിട്ടിട്ട് വരുമ്പോൾ അവളുടെ ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്? എനിക്ക് അപ്പോഴാണ് മനസ്സിലായേ. ഈ പെണ്ണുങ്ങൾ എന്തിനാ വീട് വിട്ട് വരേണ്ട ആവശ്യം? നമ്മൾ ആമ്പിള്ളേർ അങ്ങോട്ട് പോയിക്കൂടെ? ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ജോയിന്റ് ഫാമിലിയായിട്ട് ഒരേ വീട്ടിൽ തന്നെ ഇരിക്കുന്നില്ലേ? മോനെ സാമൂഹിക പരിഷ്കർത്താവേ, നിന്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെ വലിയ വലിയ ആളുകൾക്കും ബുദ്ധിജീവികൾക്കൊക്കെ മറുപടി തരാൻ പറ്റൂ, എന്നെ കൊണ്ട് പറ്റില്ല. എന്നാലും നിന്നെപ്പോലെ ഒരുത്തനെയാണല്ലോ ആ സിന്ധു ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ഇപ്പൊ ഇതാണ് നിനക്ക് ആവശ്യം? ഞാനും അതിനെ ചോദിക്കുന്നത്. നിനക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലാത്ത സംസാരമൊക്കെ ഒന്ന് നിർത്തിയിട്ട് എല്ലാം ദൈവത്തിന്റെ തലയിൽ ഇറക്കി വെച്ച് നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യ്. എന്താണെന്നറിയില്ലടാ, എനിക്കെന്തോ ഇതെല്ലാം പുതിയതായിട്ടുണ്ട്. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അളിയാ, പിന്നെ നീ എന്നെ ഒന്നും തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഗോ വിത്ത് ദ ഫ്ലോ, ബൈ. ആ എടാ എടാ എടാ, എന്താടാ? ഓൾ ദ ബെസ്റ്റ് അളിയാ. കരഞ്ഞോണ്ട് വീട്ടിലുള്ള എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. നാളെ തൊട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള പേടി എൻ്റെ ഉള്ളിലുണ്ട്. നമ്മളൊരു കാര്യം വിചാരിച്ചാ ദൈവം തരുന്നത് മറ്റൊന്നായിരിക്കും. അതായിരുന്നു എൻ്റെ ലൈഫിലും ഉണ്ടായത്. ഞാനായിട്ട് ഒരാളെ സ്നേഹിച്ച് അയാളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഈ അറേഞ്ച് മാരേജ് എല്ലാം കുളമാക്കി കളഞ്ഞു. ഞാൻ ശരിക്കും ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണ്. ആരാന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ എങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഓർത്തിട്ട്. ആളെ കണ്ടിട്ട് ജെന്റിൽമാൻ ആണെന്നൊക്കെയാ തോന്നുന്നേ. പക്ഷേ ഒരു ബുക്കിനെ നമുക്കതിന്റെ കവർ കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. നോക്കാം, ഇന്ന് രാത്രിക്കുള്ളിൽ ഒരു ക്ലാരിറ്റി കിട്ടുമായിരിക്കും. എന്റെ ലൈഫിലെ വഴിത്തിരിവ് എന്തായിരിക്കും എന്ന് കാണാം. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യത്തെ ചുവടാണ് ഞാൻ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. പറയാമേ? അവിടെ എല്ലാം ഓക്കെ അല്ലേ? ആ, ഇപ്പൊ എല്ലാം ഓക്കെ ഒക്കെ തന്നെയാ. അതിരിക്കട്ടെ, നീ എന്ത് ഈ വേഷമൊക്കെ ഇട്ടിട്ട്? രാത്രി ഞാൻ എപ്പോഴും നൈറ്റ് ഡ്രസ് എല്ലാം ഇടാറ്. അത് കൊള്ളാലോ. ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുവോ? പോയി മാറ്റിയിട്ട് വാ. അമ്മ, എന്നെ കൊണ്ട് പറ്റില്ല. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളെ സാരി ഉടുത്താലാണ് അതിനൊരു ഭംഗി. ചെന്ന് മാറ്റിയിട്ട് വാ. അതൊക്കെ പോട്ടെ. അച്ഛൻ ടാബ്ലറ്റ് കഴിച്ചിരുന്നോ? ആദ്യം നീ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ കെട്ടിക്കൊണ്ടുവന്നതല്ല എന്റെ ഭർത്താവ്. ശരിക്കും അമ്മയാണ് എന്റെ ഭർത്താവ്. എന്തൊക്കെയാ നീ പറയുന്നേ? പോ ചെല്ല്. ശരി. എന്താടാ ഈ വേഷത്തില്? ആ, എന്ത് പറ്റി മുത്തശ്ശി? ഈ ഡ്രസ്സിന് ഇപ്പൊ എന്താ പ്രശ്നം? കളർ ഇഷ്ടപ്പെട്ടില്ലേ? പോയി ഒരു മുണ്ടെടുത്ത് ഉടുത്തോണ്ട് വാ. മുണ്ടോ? ആദ്യ രാത്രിക്ക് പോകുന്നവരാരും ഇങ്ങനത്തെ ഡ്രസ്സല്ല ഇട്ടോണ്ട് പോകുന്നത്. പോയി മര്യാദയ്ക്ക് ഒരു മുണ്ട് ഉടുത്തോണ്ട് വാ. പോ. അതത്ര കംഫർട്ടബിൾ അല്ല മുത്തശ്ശി. ഇവിടെ കംഫർട്ട്നെസ് ഒന്നും ആവശ്യമില്ല. സമ്പ്രദായം. ചെന്നു മുണ്ട് ഉടുത്തോണ്ട് വാ. പൂപ്പന്ത് കളിക്കണം. പൂപ്പന്ത് കളിയോ? എനിക്ക് ഗെയിം കളിക്കാണോ മൂടൊന്നുമില്ല. ഒന്ന് പോയാ അവിടുന്ന്. അതൊക്കെ ഒരു സമ്പ്രദായാണടാ, വിധി. പോയി ഉടുത്തോണ്ട് വാ. ഈ പാർട്ടിയുടെ ഒരു കാര്യം, ഇതിനൊക്കെ എടാ എങ്ങനെയാ? നിക്കടാ അവിടെ, അങ്ങോട്ട് പോ.
അച്ഛാ അച്ഛാ കഥ തുറക്കച്ചാ. ഈ മുത്തശ്ശി എന്തൊക്കെയോ പറഞ്ഞെന്നെ കൊല്ലു അച്ഛാ. അച്ഛാ അച്ഛൻ അച്ഛൻ അപ്പുറത്തെ റൂമിലാ ഉള്ളത്. ഓ സോറി, അകത്തുണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. ആ, സാരമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ എന്താടാ മുണ്ടുടുക്കാതെ വന്നിരിക്കുന്നേ? മുത്തശ്ശി ഉടുത്തോളാം മുത്തശ്ശി. ആ മുത്തശ്ശി, റൂൾസ് എന്താന്ന് പറയും? ഇതിന് യാതൊരുവിധ റൂൾസും ഇല്ലടാ. പന്ത് മേപ്പോട്ടിട്ട് രണ്ടുപേരും ചേർന്ന് കളിക്കണം. റൂൾസ് ഇല്ലാതെ എന്ത് ഗെയിം ഇത്? ഇതൊക്കെ ഒരു സമ്പ്രദായാണടാ. ആ പന്ത് നിന്റെ ഭാര്യക്ക് ഇട്ട് കൊടുക്ക്. മോളെ, നിന്റെ ഭർത്താവിന് അത് തിരിച്ചിട്ട് കൊടുക്ക്. ആ ആ അങ്ങനെ തന്നെ. ആ അങ്ങനെ തന്നെ. ആ എത്ര നേരം ഇങ്ങനെ കളിക്കണം? മുഹൂർത്താകുന്നത് വരെ കളിക്കണം. കളിക്ക്. റൂൾസും ഇതിനൊരു റെഫറിയും സമയം കളയാനായിട്ട്. വിശ്വ നിങ്ങളല്ലേ? ആ ഞാൻ തന്നെയാ. ഇതാ നിങ്ങളുടെ ഓർഡർ. ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. ആണോ? കൃഷ്ണയാണോ ഓർഡർ ചെയ്തിരിക്കുന്നത്? കൃഷ്ണ ഓർഡർ ചെയ്തെന്നോ? ആ നീയും നിന്റെ ഒരു ഐഡിയ നിന്നെ വെച്ചിട്ടുണ്ട്. എടാ എന്താടാ അവിടെ ചെയ്യുന്നേ? ആ വരുവാ. എടാ മോനെ, 10 മാസത്തിനകം നിന്റെ മുത്തശ്ശൻ എന്റെ കൈ തന്നേക്ക്. അത് മറക്കണ്ട കേട്ടോ. കയ്യിൽ കൊടുത്ത എന്ത് ചെയ്യും? കളിപ്പിക്കും. കഴിഞ്ഞ ജന്മത്തിലൊക്കെ കളിച്ചത് പോലെ പുതിയൊരു കളിയും കൊണ്ട് വന്നേക്കുന്നു. കളി ഇവനവന്റെ മുത്തശ്ശനെ പോലെ തന്നെ. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ഇതിപ്പോ എങ്ങനെ ഞാൻ തുടങ്ങണ്ടേ? എന്താ ഇപ്പൊ സംസാരിക്കുന്നേ? എങ്ങനെങ്കിലും ഒന്ന് സംസാരിക്കണമല്ലോ. ഹായ്. ഹായ്. വിശ്വ. ബാല തിരുപുര സുന്ദരി.